എനിക്കറിയില്ല. ഞങ്ങള് ഭയങ്കര ഡിഫറെന്റ് പീപ്പിൾ ആണ്, പക്ഷെ സംഹൗ ഇറ്റ് കോംപ്ലിമെന്റ്സ് ഈച്ച് അതർ. അവനൊരു ക്വയറ്റ് സമാധാനം, എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറിയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യാൻ പോകുമ്പോ അവൻ വേണ്ടെന്ന് വെച്ച് വലിച്ചു കൊണ്ടുവരും. എന്തെങ്കിലും അവൻ ചെയ്യണമെങ്കിൽ ഞാൻ വലിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഒരു കറക്റ്റ് ബാലൻസാ. ആള് ഭയങ്കര ജെന്യുവിൻ ആണ്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ മനസ്സിൽ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്ന ആളല്ല, ജെന്യുവിൻ ആണ്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. വെരി സർപ്രൈസിങ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും, മനസ്സിൽ വെച്ച് ആ യൂഷ്വൽ ഡ്രാമ അങ്ങനെയൊന്നും ഇല്ല. സോ അതാണ് ഒരു നല്ല ക്വാളിറ്റി. യെസ്, ആ റോൾ എന്റെയാണ്. സോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു പൊടിതെറിയാണ്. അപ്പോഴേക്കും ഞാനതൊക്കെ മറന്നിട്ടുണ്ട്. दिल की वो बातें लिखी चेहरे से तेरे पढ़ी, मांगा जो आखिर तुझे सजदे तेरे आकर गिरी। पूछूंगी मैं तुमसे ये ख्वाब मेरे कैसे हैं, जी न पाऊँ अब मैं, हालात कुछ ऐसे हैं। कभी तू हंसाए कभी तू रुलाए, तेरे रंग भी तो यारा दुनिया के जैसे हैं। ओ सजदा में तेरे जैसा यारा रूप रब दावे। ओ सजदा വീട്ടിൽ പോരുന്നതിന്റെ ഒരു ഇടങ്ങാറ് എന്തായാലും ഉണ്ട്. സിസ്റ്റർ മോളുണ്ട് സാറാന്ന് കേട്ടോ, അവളായിട്ട് ഭയങ്കര ക്ലോസ്. അപ്പൊ അത് പോരുന്നതിന്റെ ഇടങ്ങാറുണ്ട്. ബട്ട് ആകെ ഒരു സമാധാനം എന്താ വെച്ചാല് ഇവരുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. ആൻഡ് വി ആർ ഗ്ലാഡ് ദർ ഇസ് നോ മോർ എന്താ പറയാ ബാക്ക് ആൻഡ് ഫോർത്ത്. മറ്റേത് അവന് ഓരോ പ്രാവശ്യം എന്നെ കാണണം എന്നുണ്ടെങ്കിൽ കൊച്ചി മുതൽ കോഴിക്കോട് വരെ വരണം. ഇനി അതില്ല, എന്തായാലും എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കാം. അതന്നെ വലിയ കാര്യം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതാണ് ആകെയുള്ള ഡിഫറൻസ്. अशकों से लिखा तू जहाँ देखा बस मुझको दिखा तू। आके तू पाले मुझे ढोला मेरे, इतनी सी बस मेरी मान यारा, रमज पे तेरी कुर्बान है दुनिया, कदमों पे तेरी